നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് റാഗി ദോശയാണ്. റാഗിയിൽ ഒരുപാട് അയണും ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പേര് ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റാഗി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് റാഗി മാവ് ഇട്ട് കൊടുക്കുകയാണ്. അതേ കപ്പ് അളവിന് 4/1 ഭാഗം ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ റവയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. മാവിന് കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാണ്ട് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി നോക്കി. നമ്മുടെ സാധാരണ ദോശമാവിനെക്കാട്ടിലും വെള്ളം കൂടുതലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കിനി ദോശ ഉണ്ടാക്കാം. തവ മീഡിയമായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. കലക്കി വെച്ച മാവിനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് ദോശമാവ് പോലെ പരത്താൻ പറ്റില്ല. ദോശയുടെ ഷേപ്പിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഇതിന് മേലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി വെന്ത് വരുമ്പോൾ പതുക്കെ നമുക്കിതിനെ മറിച്ചിടാം. മറ്റേ ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊന്ന് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. തിരിച്ച് നമുക്ക് വീണ്ടും മറച്ചിട്ട് പതുക്കെ മടക്കി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ നോക്കൂ, നമ്മുടെ ദോശ നന്നായിട്ട് ഓട്ടയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ദോശ കൂടി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. മീഡിയം ചൂടുള്ള തവേനെ എണ്ണ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് കലക്കി വെച്ച മാവിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ ഷേപ്പിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിന് മേലെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെന്ത് വരുമ്പോൾ പതുക്കെ മറച്ചിടാം. മറ്റേ ഭാഗം ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമുക്ക് വേവിക്കേണ്ടി വരും. നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ മറച്ചിടാം. ഇവിടെ നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും മറച്ചിടുകയാണ്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, മാവ് കലക്കുമ്പോൾ വെള്ളം കൂടുതൽ നമുക്ക് ഒഴിച്ചിട്ട് വേണം കലക്കാൻ. അപ്പോഴാണ് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ റവയും കൂടി ചേർക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് ക്രിസ്പിനെസ് കൂടി വരും. നമുക്കിതിനെ സാമ്പാറോ അല്ലെങ്കിൽ ചട്നി വെച്ചിട്ട് കഴിക്കാം. ഗോതമ്പ് മാവ് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് മറച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ പൊട്ടാണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.